നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ സീരീസിൽ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. പരിപൂർണമായിട്ടുള്ള അഹിംസയുടെ ആ അവസ്ഥയിൽ, സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മുടെ സംഭാഷണത്തെ ശ്രദ്ധിക്കുക എന്ന്. നമുക്ക് തുടർന്ന് വായിക്കാം. The balanced condition of mind is an expression of the right attitude in all our activities under varied circumstances. In a broad sense, it is a reflection of our character. It has a deep impact and a favorable influence on those people who are associated with us. It reveals itself in conversation, which can be either serious and long or light and short. Such conversation is devoid of excitement or any high-pitched emotional outburst, and devoid of any rapid, short-tempered and moody reaction. It is a prompt, methodical and civil expression of the self, and it is soft, cultured and smooth, like the harmonious descent of divine grace. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷനാണ്, സന്തുലിതാവസ്ഥയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ സമത്വം യോഗ ഉച്യതേ എന്നാണ്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നു. യോഗ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോഃ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. രണ്ട് വൈറ്റലായിട്ടുള്ള ശ്ലോകങ്ങളാണ്. യോഗ എന്ന് പറയുമ്പോൾ സമത്വമാണ്, മെൻ്റൽ ബാലൻസ്, ഇക്വാനിമിറ്റി. ആ ഇക്വാനിമിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? കർമ്മസു കൗശലം, കുശലമായിട്ട് സ്കിൽഫുള്ളായിട്ട്
നമ്മുടെ ആക്ഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൽ ആക്ഷൻസ് തുടങ്ങുന്നത് ചിന്തയിൽ നിന്നാണ്. തോട്ട് ഇസ് ആൻ ആക്ഷൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. ഒരു ചിന്ത ആരും കാണില്ല, അത് നമുക്ക് തന്നെ അറിയുള്ളൂ. ചിന്തിക്കുന്നവൻ തന്നെ ചിന്ത എന്താണെന്ന് ആ ചിന്തിച്ച് കഴിഞ്ഞ് മറന്നു പോകും ചിലപ്പോൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലോകത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് വാക്കുകളിലൂടെയാണ്. നമ്മുടെ നാവ്, അതുകൊണ്ടാണ് നാവിൻ്റെ മുകളിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ലാലാജി മഹാരാജ് ഇവിടെ പറഞ്ഞു, ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് മൈൻഡ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇൻ ഓൾ അവർ ആക്ടിവിറ്റീസ് അണ്ടർ വേരി സർക്കംസ്റ്റാൻസസ്. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ പ്രവൃത്തികളിലും കാണിക്കുന്ന ആ റൈറ്റ് എക്സ്പ്രഷൻ, അതിനാണ് ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് മൈൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സ് ബാലൻസ്ഡ് ആണെങ്കിൽ ആക്ഷനിൽ അത് കാണണം, പ്രവൃത്തികളിൽ അത് കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എവിടെയാണ്? ഇൻ എ ബ്രോഡ് സെൻസ് ഇറ്റ് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് അവർ ക്യാരക്ടർ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ, ക്യാരക്ടർ, അവിടെയാണ് ശരിക്കും നമ്മുടെ ബാലൻസ്ഡ് കണ്ടീഷൻ കാണിക്കാൻ പറ്റും. മെൻ്റലി ബാലൻസ്ഡ് ആണ് എന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന ആൾ ബാലൻസ് പറയാൻ പറ്റില്ല. സമാധിയിലാണ്. എവിടെ? ഹിമാലയത്തിന് മുകളിൽ, ആശ്രമത്തിനുള്ളിൽ. അതിനെ സമാധിയും ബാലൻസ് ഒന്നും പറയാൻ ആർക്കും പ്രയോജനമില്ല. വിളക്ക് കത്തുന്നുണ്ട്, ഏതോ ഒരു മുറിയിലുള്ള കത്തുന്നു, ആർക്കും വെളിച്ചം നൽകുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. മനുഷ്യൻ ഇത് സ്വയം മനസ്സിലാക്കും, ഞാൻ ബാലൻസ്ഡ് ആണ്. അത് ആക്ടിവിറ്റീസിലൂടെയാണ്. ഇറ്റ് ഹാസ് എ ഡീപ്പ് ഇമ്പാക്റ്റ് ആൻഡ് എ ഫേവറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ഓൾ ദോസ് പീപ്പിൾ ഹു ആർ അസോസിയേറ്റഡ് വിത്ത് അസ്. അപ്പോൾ നമ്മൾ ശരിക്കുള്ള ബാലൻസ് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മുടെ അസോസിയേറ്റ്, നമ്മുടെ കൂടെയുള്ള എല്ലാവരിലും അത് സ്വാധീനം ചെലുത്തണം. അവർക്ക് തോന്നണം ബാലൻസ്ഡ് ആണ്. അവിടെ എന്തെങ്കിലും രീതിയിൽ ആക്സെപ്റ്റൻസ് ഇല്ല, പ്രതികരണങ്ങൾ, റിയാക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചെയ്യണം. എവിടെയാണ് പിഴവ് വന്നത്? സൈലൻ്റ് ആവുക. അല്ല ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ തർക്കിച്ച് സമയം കളയല്ല ചെയ്യേണ്ടത്. ദാജി പറഞ്ഞിട്ടുള്ളത് ഹാർമോണി നഷ്ടപ്പെടുകയാണെങ്കിൽ, ആർഗ്യുമെൻറ്റ് നമ്മൾ ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും സോറി എന്ന് പറഞ്ഞ് പിൻവാങ്ങണം എന്നാണ്. കാരണം അവിടെ ഈഗോ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, എനിക്ക് ജയിക്കണം. അപ്പോൾ ആ ഒരു ബാലൻസ് നമ്മൾ നമ്മുടെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം. എന്നിട്ട് ലാലാജി മഹാരാജ് പറയും, ഇറ്റ് റിവീൽസ് ഇറ്റ് സെൽഫ് ഇൻ കോൺവെർസേഷൻ വിച്ച് ക്യാൻ ബി ഈദർ സീരിയസ് ആൻഡ് ലോങ് ഓർ ലൈറ്റ് ആൻഡ് ഷോർട്ട്. നമ്മുടെ സംഭാഷണത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ഇത് മാനിഫെസ്റ്റ് ആണ് കാണുന്നത്. വാക്കുകൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ചെറിയ സംഭാഷണമായാലും നീണ്ട സംഭാഷണമായാലും, പ്രസംഗങ്ങളായാലും അല്ലെങ്കിൽ ഡേ ടു ഡേ ഇൻട്രാക്ഷൻ ആയാലും, രണ്ടിലും പ്രധാനമാണെന്ന് ലാലാജി മഹാരാജ് പറയുന്നു. അപ്പോൾ നല്ല പ്രാസംഗികനാണ്, പക്ഷേ വീട്ടിൽ സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്നു, അതിനെ ബാലൻസ് ഓഫ് മൈൻഡ് പറയാൻ സാധിക്കില്ല. സമാധാനമായിട്ട് ചർച്ചകൾ നടത്തുന്നു, ചിരിച്ചുകൊണ്ട് ഉത്തരങ്ങൾ പറയുന്നു, പക്ഷേ ഉള്ളിൽ മുഴുവൻ പകയും ദേഷ്യമാണ്. മുഖം പത്മദളാകാരം, വാച ചന്ദനശീതളം, ഹൃദയം വന്യസന്തപ്തം. ഇങ്ങനെയാണ് പലരും. ഹൃദയം ഇങ്ങനെ അസൂയ കൊണ്ടും വെറുപ്പ് കൊണ്ടും കത്തി ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിരിച്ചുകൊണ്ടുള്ള മുഖം കൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും വീട്ടിലാണ്. വീട്ടിൽ ആരെയും പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ചിരിച്ചുകൊണ്ടിരുന്നാലും പറയും, നിങ്ങളുടെ ചിരി എനിക്കത്ര പിടിക്കില്ല എന്ന് പറയും. കാരണം മനസ്സിലാവുന്നവർക്ക്. അപ്പോൾ അത് സ്വയം റിവീൽ ചെയ്യുന്നതാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ വാക്കിൽ അത് പ്രകടമാണ്. ചിലപ്പോൾ കടിച്ചു പിടിച്ച് വർത്താനം പറയും, ദേഷ്യത്തോടെ വർത്താനം പറയുന്നില്ല, നമ്മൾ ദേഷ്യം അടക്കിയിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ദേഷ്യമുണ്ട്. അപ്പോൾ അതും സംഭാഷണത്തിൽ പ്രകടമാവും. വാക്ക് വരുന്നില്ല, ബോഡി ലാംഗ്വേജ് കൂടി കാണും. Such conversation is devoid of excitement or any high-pitched emotional outburst and devoid of any rapid, short-tempered and moody reaction. പെട്ടെന്നുള്ള ചാടി കയറിയിട്ടുള്ള ഇമോഷണൽ ഔട്ട്ബേഴ്സ്, പൊട്ടിത്തെറികൾ, ധൃതി പിടിച്ചിട്ട് ഷോർട്ട് ടെമ്പേർഡായിട്ട് സംസാരിക്കുക, ധൃതി പിടിച്ച് സംസാരിക്കുക. നമ്മളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വരുമ്പോൾ എന്താ 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 എന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് പോവുക. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ശരിക്കും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കേഷനാവും നമ്മൾ ഇങ്ങനെ മിസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. നമ്മൾ ജീവിതത്തിൽ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ ടാറ്റ പറഞ്ഞിട്ട് പോകണം, മിണ്ടാതെ പോകുന്നു. പലപ്പോഴും എല്ലാവർക്കും ഈ അബദ്ധം പറ്റിയിട്ടുണ്ട്. മുമ്പിൽ മാസ്റ്റർ പ്രത്യക്ഷപ്പെട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
ഈശ്വർചന്ദ്ര വിദ്യാസാഗർ കൂലിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു കഥയുണ്ട്. ആ യാത്രക്കാരനത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും മിസ്സായി പോകുന്നതുകൊണ്ട് നമ്മൾ ധൃതി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേഗതയിൽ ഉത്തരം പറയാണ്ട് പോസ് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക. അതുമാതിരി മൂഡി റിയാക്ഷൻ, നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള മടുപ്പും സങ്കടവും ഒക്കെ പ്രതികരണത്തിൽ കാണിക്കുക. ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, നമ്മൾ എക്സൈറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കരുതെന്നാണ്. ദേഷ്യം വരികയാണെങ്കിൽ എടുക്കാൻ പാടില്ല, ഡിപ്രസ്ഡ് ആണെങ്കിൽ പാടില്ല, എക്സൈറ്റഡ് ആണെങ്കിൽ പാടില്ല, ടയേർഡായിരിക്കും പാടില്ല, അതും വേറെ. നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ മോശമായി തരും. ബോഡി ശരീരത്തെ മനസ്സിനെ ഓവർടേക്കും. അത് എനിക്കനുഭവമുണ്ട്. വിശന്നിരിക്കുകയായിരിക്കും, അപ്പോഴാണ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ ദേഷ്യപ്പെട്ട് വല്ലതും പറയുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ പോലെ എന്നിട്ട് സംസാരിക്കുക. പരീക്ഷിത് മഹാരാജാവ് ഋഷിയോട് പെരുമാറിയിട്ടുള്ള ആ കഥ അറിയാം. വിശന്നപ്പോഴാണ് അദ്ദേഹം ചത്ത പാമ്പിനെ കഴുത്തിലേക്ക് ഇട്ടത്. അപ്പോൾ വിശക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്, ഒരു വാക്ക് പറയരുത്. അപ്പോൾ ഇത് നമ്മുടെ വാക്കുകളിൽ ശ്രദ്ധിക്കുമ്പോൾ ക്രമേണ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് കൂടി നമുക്കിത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ സമയത്തും വേണമെന്നാണ് ഇവിടെ ലാലാജി അണ്ടർ വേരിയഡ് സർക്കംസ്റ്റാൻസസ്. അല്ല ഞാൻ ക്ഷീണിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ വയ്യാണ്ടിരിക്കണോണ്ടാണ് പറഞ്ഞത്, എനിക്ക് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. അറിയാതെ പറയില്ല. അതുമാതിരി വേണ്ടാത്ത വാക്കുകൾ ഒരിക്കലും വായിൽ നിന്ന് അനാവശ്യമായിട്ടൊരു വാക്ക് വേണ്ടാത്ത രീതിയിൽ ഉറക്കുകയോ ശബ്ദം കുറച്ചിട്ടോ ഒന്നും വരില്ല. It is a prompt, methodical and civil expression of the self and is soft, cultured and smooth like the harmonious descent of divine grace. അപ്പോൾ ഡിവൈൻ ആയിട്ടുള്ള ആ ഗ്രേസ് പ്രവഹിക്കുന്ന പോലെ ആയിരിക്കണം വാക്കുകളാണ്. ഈശ്വരൻ്റെ സംഭാഷണം പോലെ. ഈശ്വരൻ എങ്ങനെയായിരിക്കും ഭൂമിയിൽ സംഭാഷണം നടത്തുക? എപ്പോഴും സ്നേഹമായിരിക്കും വാക്കിലൂടെ ചൊരിയുന്നത്. നമുക്കിതേക്കുറിച്ചിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. കാരണം അത് എത്രയധികം മനസ്സിലാക്കണം, നമുക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ദാജി പറഞ്ഞിട്ടുള്ളത്, ദാജിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.